ഹേ അമിഗോസ്, ഒരമ്മ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ആ ഒരു ദിവസം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കരാട്ടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 7-8 വർഷമായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിന് 3 മാസം ഉള്ളപ്പോഴാണ് ഞാൻ കരാട്ടയിൽ എൻ്റെ സിസേറിയനൊക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്തത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് കാരണം എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റി. ഞാൻ കരാട്ടെ ക്ലാസ്സിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അതേസമയം സങ്കടപ്പെടുന്നതും ആയിട്ടൊരാളായിരുന്നു എൻ്റെ കുഞ്ഞൻ. എൻ്റെ കൂടെ എപ്പോഴും കരാട്ടെ ക്ലാസ്സിൽ വരാനായിട്ട് ആൾക്ക് വാശിയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു പ്രായത്തിൻ്റേതായിട്ടുള്ള വാശിയായിരിക്കും. പക്ഷേ ഒരു ഏജ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങിയത് അവൻ ഞാൻ ചെയ്യണ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ കൂട്ടിയേക്കാം. ആൾ സങ്കടപ്പെടുന്നത് വേറൊന്നല്ല കേട്ടോ, എൻ്റെ പോലെ യൂണിഫോം വേണം, എൻ്റെ ബെൽറ്റ് വേണം. അപ്പോൾ ഫസ്റ്റ് ജോയിൻ ചെയ്യണ ദിവസം നമുക്ക് ബെൽറ്റ് യൂണിഫോമൊക്കെ ഇട്ട് പോകാൻ പറ്റുമോ? എന്നാൽ പിന്നെ അമ്മയുടെ ബെൽറ്റ് തരാനുള്ള ഡയലോഗ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോവാണ് കേട്ടോ മിസ്സിനുള്ള ദക്ഷിണയൊക്കെ ആയിട്ട്. ഞാനൊരു 7 വർഷമൊക്കെ ആയിട്ട് നമ്മുടെ ക്യുഡോക്യാൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു മെമ്പറാണ്. അപ്പം നമ്മുടെ സാധാരണ ക്ലാസ് കളിക്കുന്ന എടപ്പള്ളി ഡോജോയിലാണ്. പക്ഷേ ഞാൻ ഇന്ന് വന്നത് മിസ്സിൻ്റെ കൈൻഡിക്കര ഡോജോയിലേക്കാണ് കേട്ടോ. ഞാൻ പാസ്റ്റ് ഒരു 7 ഇയേഴ്സ് ആയിട്ട് ക്യുഡോക്യാൻ കരാട്ടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു മെമ്പറാണ്. എന്നെ പഠിപ്പിക്കുന്നത് സംഗീത എന്ന് പറഞ്ഞ സെൻസായി ആണ്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് മുമ്പ്, അതായത് 2019 ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ടൂർണമെൻറ്റ്. എൻ്റെ കല്യാണത്തിന് ശേഷം, അതായത് എൻ്റെ കുഞ്ഞൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം 2023, 24, 25 ടൂർണമെൻറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. പങ്കെടുത്ത ടൂർണമെൻറ്റിലും പല കാറ്റഗറിയിലായിട്ട് എനിക്ക് പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവൻ്റെയും കൂടി സപ്പോർട്ടുള്ള കാരണം മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് നമ്മുടെ ഫീൽഡിൽ നല്ല ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞാ, അച്ഛനും അമ്മയും എന്നും നിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ, നിൻ്റെ ആഗ്രഹങ്ങൾക്ക് ചിറകേകാനായിട്ട്.